നമുക്കിനി അടുത്തൊരു വാർത്തയിലേക്ക് പോയല്ലേ. ഈ കൊച്ചി കോർപ്പറേഷന്റെ കീഴിൽ LDF തുടങ്ങിയ സമൃദ്ധി ഹോട്ടലിനെ തകർക്കാൻ UDF ഭരണസമിതി നടത്തുന്ന ഇന്ദിര ക്യാൻറ്റീന് അടുക്കളയില്ലെന്ന് പരാതി. സമൃദ്ധി ക്യാൻറ്റീനിൽ നിന്നും എത്തിക്കുന്ന ഭക്ഷണമാണ് ഇന്ദിര ക്യാൻറ്റീനിൽ വിൽക്കുന്നതെന്നാണ് ആക്ഷേപം. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് CPIM നേതാക്കൾ. ദൃശ്യങ്ങളിലേക്ക്. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിൻ, ഈ UDFനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദിരാ ക്യാൻറ്റീൻ അടക്കമുള്ളത്. അപ്പം എന്താ ഇപ്പോൾ CPIMന്റെ ആരോപണം? സേതു, കൊച്ചി കോർപ്പറേഷന് കീഴിൽ കുറഞ്ഞ ചെലവിൽ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇടതുമുന്നണി ഭരിക്കുന്ന സമയത്ത് അനിൽകുമാർ മേയറായിട്ടുള്ള സമയത്ത് സമൃദ്ധി എന്ന് പറയുന്ന ഒരു ക്യാൻറ്റീൻ നടപ്പിലാക്കുന്നത്. വലിയ രീതിയിൽ സമൃദ്ധി വിജയമായിരുന്നു. ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം മാറി UDFന് ഭരണം ലഭിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് UDF ഇന്ദിര ക്യാൻറ്റീൻ എന്നുള്ള പേരിൽ മറ്റൊരു ക്യാൻറ്റീൻ നടപ്പിലാക്കുന്നത്. UDFന്റെ ഭരണസമിതി കൊണ്ടുവന്ന ഈ ക്യാൻറ്റീനിൽ അടുക്കളയില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇടതുമുന്നണി അല്ലെങ്കിൽ CPIM നേതാക്കൾ ഉയർത്തുന്നത്. ഇവർക്ക് ഈ ഇന്ദിര ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സമൃദ്ധിയിൽ നിന്നുമാണ്. സമൃദ്ധിയിൽ നിന്നും ഭക്ഷണം ഇന്ദിര ക്യാൻറ്റീനിൽ എത്തിക്കുകയും അവിടെ കുറഞ്ഞ വിലയിൽ ഈ ഭക്ഷണം വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. അതായത് CPIM നേതാക്കളുടെ ആരോപണം, തങ്ങൾ തുടങ്ങി വെച്ച ഒരു ക്യാൻറ്റീൻ അത് ബോധപൂർവ്വം UDF അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. സമൃദ്ധി ക്യാൻറ്റീൻ അട്ടിമറിച്ചുകൊണ്ട് ഇന്ദിര ക്യാൻറ്റീൻ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം നിലനിന്നിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇന്ദിര ക്യാൻറ്റീനിൽ ഇത്തരത്തിൽ അടുക്കളയില്ല എന്നുള്ള രീതിയിൽ അവർ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. സേതു, ശരി സഹിൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ശരി, സമൃദ്ധി ക്യാൻറ്റീനിൽ നിന്നാണ് ഇന്ദിരാ ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആരോപണം. ഇതിന് തീർച്ചയായും വരും മണിക്കൂറുകളിൽ തന്നെ പ്രതികരണവും എത്തിയേക്കുമായിരിക്കും.